പ്രിയ കുട്ടികളെ, എല്ലാവരെയും കൊമേഴ്സ് ട്യൂട്ടർ വീഡിയോസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ക്ലാസ് 11 അക്കൗണ്ടൻസിയിലെ ഒന്നാമത്തെ ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ്, ഈ പാഠത്തിൻ്റെ 6ാം ഭാഗത്തേക്കാണ് നമ്മൾ കടക്കുന്നത്. പുതിയ വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്ന അക്കൗണ്ടിങ് ടേമുകളെക്കുറിച്ചാണ്. ഏത് വിഷയത്തിൽ നമുക്കറിയാം ഒരു പദസമ്പത്ത് അല്ലെങ്കിൽ പദാവലി ഉണ്ടാവും. ടെർമിനോളജി എന്ന് വിശേഷിപ്പിക്കുന്ന ഈ പദാവലിയാണ് ഏത് വിഷയത്തിൻ്റെയും ഏത് ഡിസിപ്ലിൻ്റെയും അടിസ്ഥാന ആശയങ്ങളെന്ന് പറയുന്നത്. അക്കൗണ്ടിങ്ങിലും ഇതുപോലെ വ്യക്തമായ അർത്ഥതലങ്ങളിൽ അനവധി പദങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അല്ലെങ്കിൽ പദങ്ങളുടേതായിട്ടുള്ളൊരു പദസമ്പത്ത് അല്ലെങ്കിൽ ഒരു പദാവലിയുണ്ട്. ആ അക്കൗണ്ടിങ് ടെർമിനോളജിയാണ് നമ്മൾ ഇന്നു മുതൽ ചർച്ച ചെയ്യാൻ ആരംഭിക്കുന്നത്. അബൌട്ട് ദ ബേസിക് അക്കൗണ്ടിങ് ടേംസ്, അക്കൗണ്ടിങ്ങിൽ ഉപയോഗിക്കുന്ന അടിസ്ഥാന പദങ്ങളെക്കുറിച്ചാണ്. അനവധി പദങ്ങൾ അക്കൗണ്ടിങ്ങിൽ ഉപയോഗിക്കുന്നുണ്ട്. അവയിൽ ഏറെ പ്രധാനമുള്ള ചില പദങ്ങളാണ് ഈ അധ്യായത്തിൽ അവസാന ഭാഗത്ത് നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ആദ്യത്തെ പദം എൻറ്റിറ്റി എന്നുള്ള വാക്കാണ്. അക്കൗണ്ടിങ്ങിൽ എൻറ്റിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഹിയർ എൻറ്റിറ്റി മീൻസ് എ റിയാലിറ്റി ദാറ്റ് ഹാസ് എ ഡെഫിനിറ്റ് ഇൻഡിവിജ്വൽ എക്സിസ്റ്റൻസ്. തനതായ നിലനിൽപ്പുള്ള ഒരു വ്യക്തി എന്നുള്ള പരിഗണനയുള്ള ഒരു സ്ഥാപനത്തെയാണ് ഇവിടെ എൻറ്റിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. അക്കൗണ്ടിങ് എൻറ്റിറ്റി അല്ലെങ്കിൽ ബിസിനസ് എൻറ്റിറ്റി എന്നതാണ് എൻറ്റിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏത് സ്ഥാപനത്തിന് വേണ്ടിയാണ് നമ്മൾ അക്കൗണ്ടുകൾ തയ്യാറാക്കുന്നത്, ആ സ്ഥാപനമാണ് ഇവിടെ എൻറ്റിറ്റി എന്ന് വീക്ഷിക്കുന്നത്. ബിസിനസ് എൻറ്റിറ്റി മീൻസ് എ ബിസിനസ് എൻ്റർപ്രൈസ്. ഒരു ബിസിനസ് സ്ഥാപനമാണ് ഇവിടെ ബിസിനസ് എൻറ്റിറ്റി ആയിട്ട് പറയുന്നത്. ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെയാണ് കണക്കുകൾ നമ്മൾ തയ്യാറാക്കുന്നത്. അക്കൗണ്ടിങ്ങിൽ ഒരു ബിസിനസ് സ്ഥാപനത്തിന് തനതായ നിലനിൽപ്പുണ്ട്. ഉടമസ്ഥനെ മാറ്റി നിർത്തിക്കൊണ്ട് തനതായ നിലനിൽപ്പ് എല്ലാ ബിസിനസ് സ്ഥാപനങ്ങൾക്കും അക്കൗണ്ടിങ് നൽകുന്നുണ്ട്. നിയമദൃഷ്ടിയിൽ പല ബിസിനസ് സ്ഥാപനങ്ങൾക്കും സെപ്പറേറ്റ് എൻറ്റിറ്റി തനതായ നിലനിൽപ്പില്ലെങ്കിലും കമ്പനികൾ പോലെയുള്ള ബിസിനസ് സംരംഭങ്ങൾക്ക്, ബിസിനസ് സ്ഥാപനങ്ങൾക്ക് മാത്രമേ നിയമദൃഷ്ടിയിൽ സെപ്പറേറ്റ് എൻറ്റിറ്റി ഉള്ളൂവെങ്കിലും അക്കൗണ്ടിങ്ങിൽ എല്ലാ ബിസിനസ് സ്ഥാപനങ്ങൾക്കും തനതായ നിലനിൽപ്പുണ്ട് എന്നുള്ളൊരു സങ്കല്പമാണുള്ളത്. സോ ഹിയർ എൻറ്റിറ്റി മീൻസ് എ ബിസിനസ് ഓർഗനൈസേഷൻ ഫോർ വിച്ച് വി ആർ പ്രിപ്പയറിംഗ് ദ അക്കൗണ്ട്സ്. സോ accounting entity is the reality that has a definite individual existence. തനതായ നിലനിൽപ്പുള്ള, റിയൽ വേൾഡിൽ എക്സിസ്റ്റ് ചെയ്യുന്നതായിട്ടുള്ള ഒന്നാണ് എൻറ്റിറ്റി. ഇവിടെ ബിസിനസ് എൻറ്റിറ്റി അഥവാ അക്കൗണ്ടിങ് എൻറ്റിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു എൻറ്റിറ്റിക്ക് വേണ്ടിയാണ് നമ്മൾ കണക്കുകൾ തയ്യാറാക്കുന്നത്. രണ്ടാമതായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത് ട്രാൻസാക്ഷൻസ് എന്താണെന്നാണ്. നമ്മൾ കാണുകയുണ്ടായി ഇക്കണോമിക് ഇവൻസിനെ കുറിച്ച്. ഈ ഇക്കണോമിക് ഇവൻസിനെയാണ് ട്രാൻസാക്ഷൻ എന്നിവിടെ വിശേഷിപ്പിക്കുന്നത്. സോ ട്രാൻസാക്ഷൻസ് ആർ ദ ഇക്കണോമിക് ഇവൻറ്റ്സ് ടേക്ക് പ്ലേസ് ഇൻ എ ബിസിനസ് ഓർഗനൈസേഷൻ. ഒരു ബിസിനസ് സ്ഥാപനത്തിൽ നടക്കുന്ന ഇക്കണോമിക് ഇവൻറ്റ്സ് ആണ്. പണപരമായിട്ട് മൂല്യം നിശ്ചയിക്കാൻ കഴിയുന്ന ഒരു ബിസിനസ്സിൽ നടക്കുന്ന കാര്യങ്ങളെയാണ് അവിടെ ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത്. ഈ ട്രാൻസാക്ഷൻസ് ആണ് നമ്മൾ ബുക്ക് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യുന്നത്. അല്ലെ, അക്കൗണ്ടിങ്ങിലെ ഡേറ്റ ആയിട്ട് നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നത് ഈ ട്രാൻസാക്ഷൻസ് ആണ്. ഉദാഹരണമായിട്ട് പറയുന്നത് പർച്ചേസ് ഓഫ് ഗുഡ്സ്, റെസിപ്റ്റ് ഓഫ് മണി, പേയ്മെൻറ്റ് ടു എ ക്രെഡിറ്റർ, ഇൻക്വറിങ് എക്സ്പെൻസസ് എക്സെട്ര. സാധനങ്ങൾ വാങ്ങുന്നു, പർച്ചേസ് ഓഫ് ഗുഡ്സ്. റെസിപ്റ്റ് ഓഫ് മണി, പണം ലഭിക്കുന്നത്. അല്ലെ, പേയ്മെൻറ്റ് ടു എ ക്രെഡിറ്റർ, ഒരു ക്രെഡിറ്റർക്ക് പണം നൽകുന്നത്, നമ്മൾ പണം കൊടുക്കാനുള്ള ഒരാൾക്ക് പണം നൽകുന്നത്. ഇൻക്വറിങ് എക്സ്പെൻസസ്, വിവിധ ചെലവുകൾ ഉണ്ടാകുന്നത്. ഇതൊക്കെ ട്രാൻസാക്ഷൻസിന് ഉദാഹരണമാണ്.
നമുക്കറിയാം ട്രാൻസാക്ഷൻസ് പ്രധാനമായിട്ടും രണ്ട് തരത്തിലുണ്ടാവാറുണ്ട്. ഒന്ന് ക്യാഷ് ട്രാൻസാക്ഷൻസും മറ്റത് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസുമാണ്. റൊക്കം പണം നൽകിക്കൊണ്ടല്ലെങ്കിൽ സ്വീകരിച്ചുകൊണ്ടുള്ള ഇടപാടാണെങ്കിൽ അത് ക്യാഷ് ട്രാൻസാക്ഷനാണ്. എന്നാൽ പണം ലഭിക്കുന്നതോ നൽകുന്നതോ പോസ്റ്റ്പോൺ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ പിന്നീടൊരു ഡേറ്റിലാണെങ്കിൽ അത് ക്രെഡിറ്റ് ട്രാൻസാക്ഷനാണ്. ഈ ഇക്കണോമിക് ഇവൻറ്റ്സിനെ നമ്മൾ ഇൻറ്റേർണൽ ഇവൻറ്റ്സ് എന്നും എക്സ്റ്റേണൽ ഇവൻറ്റ്സ് എന്നും മുന്നേ തരംതിരിച്ചത് ഓർമ്മിക്കുന്നുണ്ടല്ലോ. ബിസിനസ്സിനുള്ളിൽ നടക്കുന്നവയെന്നും ബിസിനസ്സിന് ബാഹ്യമായിട്ടല്ലെങ്കിൽ പുറമേ ഉള്ള ഒരാളുമായിട്ട് നടത്തുന്ന ഇടപാടെന്നും നമ്മൾ തരംതിരിക്കുകയുണ്ടായി. ഈ ഇക്കണോമിക് ഇവൻറ്റ്സ് ആണ് ഇവിടെ ട്രാൻസാക്ഷൻ എന്നുകൊണ്ടും ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ചും എക്സ്റ്റേണൽ ഇവൻറ്റ്സിനെയാണ് കൂടുതലും ട്രാൻസാക്ഷൻ എന്നുള്ള പദപ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ദ ഇക്കണോമിക് ഇവൻറ്റ്സ് ടേക്ക് പ്ലേസ് ഇൻ എ ബിസിനസ് ഈസ് കോൾഡ് ട്രാൻസാക്ഷൻ. ഒരു ബിസിനസ്സിൽ നടക്കുന്ന പണപരമായിട്ട് പ്രസ്താവിക്കാൻ കഴിയുന്ന മോണിറ്ററി ടേംസിൽ എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെയാണ് ട്രാൻസാക്ഷൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇടപാടുകൾ. ഈ ഇടപാടുകളാണ് നമ്മൾ കണക്കിൽ രേഖപ്പെടുത്തുന്നത്. ഒരു ബിസിനസ്സിൽ അനവധി ഇടപാടുകൾ നടക്കാറുണ്ട്. എന്നാൽ പണപരമായിട്ട് നടക്കുന്ന ഇടപാടുകൾ മാത്രമാണ് ഇവിടെ ട്രാൻസാക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവ മാത്രമേ കണക്കുകളിൽ രേഖപ്പെടുത്താൻ കഴിയുകയുള്ളൂ. ദെൻ അടുത്തായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന അസറ്റുകളെ കുറിച്ചാണ്. ഒരു ബിസിനസ്സിൻ്റെ സ്വത്തുവകകളെയാണ് അസറ്റുകൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. ദ ഇക്കണോമിക് റിസോഴ്സസ് ഓൺഡ് ബൈ എ ബിസിനസ് which can be expressed in terms of money are called assets. ഇവ ഇക്കണോമിക് റിസോഴ്സസ് ആണ്. പണപരമായിട്ട് നമുക്ക് പ്രസ്താവിക്കാൻ കഴിയുന്ന ബിസിനസ്സിന് സ്വന്തമായിട്ടുള്ള സ്വത്തുവകകളെയാണ് അസറ്റ്സ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ ഇക്കണോമിക് റിസോഴ്സസ് ഓൺഡ് ബൈ ദ ബിസിനസ്. ബിസിനസ്സിന് സ്വന്തമായിട്ടുള്ള പണമൂല്യമുള്ള വസ്തുക്കളെയാണ് അസറ്റ് എന്ന് പറയുക. ദ ഇക്കണോമിക് റിസോഴ്സസ് വിച്ച് ആർ ഓൺഡ് ബൈ ദ ബിസിനസ്. ബിസിനസ്സിന് സ്വന്തമായിട്ടുള്ള, ബിസിനസ് ഓൺ ചെയ്തതായിട്ടുള്ള, ബിസിനസ്സിന് സ്വന്തമായിട്ടുള്ള പണപരമായിട്ട് പ്രസ്താവിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് അസറ്റ് എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ബ്രോഡ്ലി സ്പീക്കിംഗ്, അസറ്റ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 2. അസറ്റുകളെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാൻ സാധിക്കും. അപ്പോൾ ദാറ്റ് വേരിയസ് ടൈപ്സ് ഓഫ് അസറ്റ്സ്. ഫസ്റ്റ്ലി കറണ്ട് അസറ്റ്സ്. അസറ്റുകളെ പ്രധാനമായിട്ടും കറണ്ട് അസറ്റ് എന്നും നോൺ കറണ്ട് അസറ്റ്സ് എന്നും രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു. ആദ്യമായിട്ട് നമുക്ക് കറണ്ട് അസറ്റുകളെ കുറിച്ച് കാണാം. താൽക്കാലിക ആസ്തി എന്നുകൂടെ ഇതിനെ വിശേഷിപ്പിക്കാറുണ്ട്. അല്ലെ ഷോർട്ട് ടൈം അസറ്റ്സ്, ഹ്രസ്വകാല ആസ്തികളെന്ന് വിശേഷിപ്പിക്കുന്നവയാണ് കറണ്ട് അസറ്റ്സ്. എന്താണ് കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്നത്? ദോസ് അസറ്റ്സ് വിച്ച് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് വിതിൻ എ ഷോർട്ട് പീരീഡ്, നോർമലി 1 year, ആർ കോൾഡ് കറണ്ട് അസറ്റ്സ്. ഒരു ഹ്രസ്വകാലത്തിനുള്ളിൽ, സാധാരണയായി 1 വർഷത്തിനുള്ളിൽ പണമാക്കി മാറ്റാൻ കഴിയുന്ന അസറ്റുകളെയാണ് കറണ്ട് അസറ്റ്സ് എന്ന് വിശേഷിപ്പിക്കുന്നത്. Those assets which can be converted into cash within a short period, normally 1 year. സാധാരണ 1 വർഷത്തിനുള്ളിൽ, അത്തരം ഹ്രസ്വകാലത്തിനുള്ളിൽ പണമാക്കി മാറ്റാൻ കഴിയുന്ന അസറ്റുകളെയാണ് കറണ്ട് അസറ്റുകൾ അല്ലെങ്കിൽ ഹ്രസ്വകാല ആസ്തികൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. They are held for a short period in the business. വളരെ കുറച്ചു കാലത്തേക്ക് അവ ആ രൂപത്തിൽ ബിസിനസ്സിൽ നിലനിൽക്കുന്നുള്ളൂ. ഉദാഹരണം പറയുകയാണെങ്കിൽ ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, സ്റ്റോക്ക് ഓഫ് ഗുഡ്സ്, ഡെപ്റ്റേഴ്സ്, ബിൽസ് റിസീവബിൾ. ഇവയൊക്കെ കറണ്ട് അസറ്റുകൾക്ക് ഉദാഹരണമാണ്. ക്യാഷ് ഇൻ ഹാൻഡ്, കൈവശമുള്ള പണം, നീക്കിയിരിപ്പ് പണം.
ക്യാഷ് അറ്റ് ബാങ്ക്, ബാങ്കിലുള്ള പണം. സ്റ്റോക്ക് ഓഫ് ഗുഡ്സ്, ബിസിനസ്സിൽ വിൽക്കാതെ ബാക്കിയുള്ള സാധനങ്ങൾ, സ്റ്റോക്ക് ഓഫ് ഗുഡ്സ്. ഡെപ്റ്റേഴ്സ്, നമുക്ക് പണം തരാനുള്ളവർ. അപ്പോൾ അസറ്റാണത്. നമുക്ക് പണം ലഭിക്കാനുണ്ടെങ്കിൽ നമുക്ക് ലഭിക്കാനുള്ള പണമാണ് ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അത്തരത്തിൽ നമുക്ക് ബിസിനസ്സിലേക്ക് ലഭിക്കാനുള്ള തുക, പുറമേ നിന്നും നമുക്ക് എത്ര പണം ലഭിക്കാനുണ്ടോ അത് ഡെപ്റ്റേഴ്സാണ്. അപ്പോൾ ആ ഡെപ്റ്റേഴ്സ് ഒരു അസറ്റാണ്. ആൻഡ് ഓൾസോ ബിൽസ് റിസീവബിൾ, കടമിടപാടുകളിൽ പണം തരാനുള്ള ആൾ ഒപ്പിട്ട് നൽകുന്ന രേഖയാണ് ബിൽസ് റിസീവബിൾ. പിന്നീട് നമ്മൾ വിശദമായിട്ടൊരു അധ്യായം തന്നെ അതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. അപ്പോൾ കറണ്ട് അസറ്റുകൾക്ക് ഉദാഹരണമാണിവ എല്ലാം. ഈ അസറ്റുകളുടെ ഒരു പ്രത്യേകത നമുക്ക് മനസ്സിലായി. അവ ഉടൻ തന്നെ പണമാക്കി മാറ്റാൻ കഴിയുന്നവയാണ്. ഇവയ്ക്ക് അടിക്കടി രൂപമാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇറ്റ് ചേഞ്ചസ് ഇറ്റ്സ് ഫോം ഫ്രീക്വൻ്റ്ലി. ഉദാഹരണം പറഞ്ഞാൽ, പണം കൊടുത്തുകൊണ്ട് നമ്മൾ ഗുഡ്സ് വാങ്ങുന്നു. അവിടെ ക്യാഷ് എന്തായിട്ട് മാറി? സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് ആയിട്ട് മാറി. ആ സ്റ്റോക്കിലിരുന്ന സാധനം നമ്മൾ കടത്തിലാണ് വിൽക്കുന്നതെങ്കിൽ അവിടെ ഡെപ്റ്റേഴ്സ് ഉണ്ടാകുന്നു. അല്ലെങ്കിൽ അവിടെ ബിൽസ് റിസീവബിൾ ആയിട്ട് അത് മാറുന്നു. അവർ പണം തരുമ്പോൾ ആ ഡെപ്റ്റേഴ്സ് അല്ലെങ്കിൽ ബിൽസ് റിസീവബിൾ എന്തായിട്ട് മാറുന്നു? ക്യാഷായിട്ട് വീണ്ടും മാറുന്നു. അപ്പോൾ ഇങ്ങനെ കറണ്ട് അസറ്റുകൾക്ക് അടിക്കടി രൂപമാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇറ്റ് ചേഞ്ചസ് ഇറ്റ്സ് ഫോം ഫ്രീക്വൻ്റ്ലി. അതുകൊണ്ട് ഇതിനെ ഫ്ലോട്ടിംഗ് അസറ്റ്, സർക്കുലേറ്റിംഗ് അസറ്റ് എന്നൊക്കെ വിശേഷിപ്പിക്കാറുണ്ട്. കാരണം ഇതിന് അടിക്കടി രൂപമാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്യാഷ് ഗുഡ്സായി മാറുന്നു, ആ ഗുഡ്സ് ഡെപ്റ്റേഴ്സായിട്ട് മാറുന്നു. അങ്ങനെ അടിക്കടി രൂപമാറ്റം വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് കറണ്ട് അസറ്റുകളെ സർക്കുലേറ്റിംഗ് അസറ്റ് എന്നോ ഫ്ലോട്ടിംഗ് അസറ്റ് എന്നൊക്കെ വിശേഷിപ്പിക്കാറുള്ളത്. അപ്പോൾ വേഗത്തിൽ പണമാക്കി മാറ്റാൻ കഴിയുന്ന അസറ്റുകളെയാണ് കറണ്ട് അസറ്റുകൾ എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട കറണ്ട് അസറ്റുകൾ നമുക്കറിയാം: ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, സ്റ്റോക്ക് ഓഫ് ഗൂഡ്സ്, ഡെപ്റ്റേഴ്സ്, ബിൽസ് റിസീവബിൾ എന്നിവയൊക്കെയാണ്. അസറ്റുകളെ നമ്മൾ രണ്ടാമതായിട്ട് പറയുന്നത് നോൺ കറണ്ട് അസറ്റുകൾ എന്നാണ്. അസറ്റിൻ്റെ രണ്ടാമത്തെ ടൈപ്പാണ് നോൺ കറണ്ട് അസറ്റ്സ്, അല്ലെ അവയെ ഫിക്സഡ് അസറ്റുകൾ എന്നുകൂടെ വിശേഷിപ്പിക്കാറുണ്ട്. ഹയർ ക്ലാസ്സുകളിൽ ചെല്ലുമ്പോൾ വീണ്ടും നമ്മൾ നോൺ കറണ്ട് അസറ്റിൻ്റെ ഒരു ടൈപ്പ് മാത്രമാണ് ഫിക്സഡ് അസറ്റ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഫിക്സഡ് അസറ്റുകൾക്ക് പുറമെ മറ്റു പല നോൺ കറണ്ട് അസറ്റുകളുമുണ്ട്. പലതരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളും നോൺ കറണ്ട് അസറ്റിൽ വരാറുണ്ട്. ഫോർ ദ ടൈം ബീങ് നമ്മളിപ്പോൾ നോൺ കറണ്ട് അസറ്റ്സിനെ മറ്റൊരു പേരായിട്ടാണ് ഫിക്സഡ് അസറ്റ് ചർച്ച ചെയ്യുന്നത്. നോൺ കറണ്ട് അസറ്റ്സ് മേ ഓൾസോ ബി കോൾഡ് ആസ് ഫിക്സഡ് അസറ്റ്സ്. ഇവയെ സ്ഥിര ആസ്തികൾ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. കാരണം ഇവ ബിസിനസ്സിൽ സ്ഥിരമായി ഉപയോഗിക്കുന്നവയാണ്. ബിസിനസ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സ്ഥിരമായിട്ട് ബിസിനസ്സിൽ ഉപയോഗിക്കുന്ന അസറ്റുകളെയാണ് നോൺ കറണ്ട് അസറ്റ്സ് അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റുകൾ എന്ന് പറയും. സ്ഥിര ആസ്തികൾ എന്നാണ് പൊതുവെ ഇവ അറിയപ്പെടുന്നത്. ദ നോൺ കറണ്ട് അസറ്റ്സ് ആർ ദ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഫോർ വിച്ച് ദ ഫുൾ വാല്യൂ വിൽ നോട്ട് ബി റിയലൈസ്ഡ് വിതിൻ ദ അക്കൗണ്ടിങ് ഇയർ. അപ്പോൾ നോൺ കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്നത് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റുകളാണ്. അവ ദീർഘകാലത്തേക്ക് ബിസിനസ്സിൽ മുടക്കിയിരിക്കുന്ന തുകയാണ്. ഇറ്റ്സ് ഫുൾ വാല്യൂ കനോട്ട് ബി റിയലൈസ്ഡ് വിതിൻ ദ അക്കൗണ്ടിങ് ഇയർ. വേഗത്തിൽ അവ പണമാക്കി മാറ്റുക അത്ര എളുപ്പമല്ല. മുഴുവൻ തുകയും നമുക്ക് അതിൻ്റെ മൂല്യം മുഴുവനും എന്താണ് പണമാക്കി മാറ്റുക പ്രയാസകരമാണ്. അങ്ങനെ ബിസിനസ്സിൽ ദീർഘകാലത്തേക്ക് ഉപയോഗിക്കുന്ന അസറ്റുകളെയാണ് നോൺ കറണ്ട് അസറ്റ്സ് അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റ്സ് എന്ന് വിശേഷിപ്പിക്കുന്നത്. സച്ച് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആർ ലോങ് ടേം ഇൻ നേച്ചർ. ദീർഘകാല നിക്ഷേപങ്ങളാണിവ. ഈ അസറ്റിൽ പണം മുടക്കിക്കഴിഞ്ഞാൽ
അവ ദീർഘകാലത്തേക്ക് ബിസിനസ്സിൽ ബ്ലോക്കപ്പ് ആകുന്നു. സച്ച് ഫണ്ട്സ് ആർ ലോക്ക്ഡ് അപ്പ് ഇൻ ബിസിനസ് ഫോർ എ ലോങ് പീരീഡ്. ഇത്തരം അസറ്റുകളിൽ പണം നിക്ഷേപിച്ചാൽ ദീർഘകാലം അത് ബിസിനസ്സിലേക്ക് ബ്ലോക്കായി നിൽക്കുകയാണ്. അവ പണമാക്കി മാറ്റുക എളുപ്പമല്ല. ഇത്തരം അസറ്റുകളെയാണ് നോൺ കറണ്ട് അസറ്റ്സ് അഥവാ ഫിക്സഡ് അസറ്റ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ദേ ആർ അഗെയിൻ ക്ലാസിഫൈഡ്. ദ നോൺ കറണ്ട് അസറ്റ്സ് ആർ ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻടു ടു, ടാഞ്ചിബിൾ അസറ്റ്സ് ആൻഡ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. ടാഞ്ചിബിൾ അസറ്റ്സ് ആൻഡ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ആർ ദ ടു ടൈപ്സ് ഓഫ് നോൺ കറണ്ട് അസറ്റ്സ്. ഫിക്സഡ് അസറ്റ്സ് അല്ലെങ്കിൽ നോൺ കറണ്ട് അസറ്റുകളെ ടാഞ്ചിബിൾ അസറ്റ്സ് എന്നും ഇൻടാഞ്ചിബിൾ അസറ്റ് എന്നും നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ദൃശ്യ ആസ്തികളും അദൃശ്യ ആസ്തികളും. എന്താണ് ടാഞ്ചിബിൾ അസറ്റ്സ്? ദൃശ്യ ആസ്തികൾ എന്ന് പറയും. ദൃഷ്ടികൾക്ക് ഗോചരമായി നമുക്ക് കാണാൻ സാധിക്കുന്ന ഭൗതിക നിലനിൽപ്പുള്ള അസറ്റുകളെയാണെന്ന് പറയുക ടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് പറയുക. ദ അസറ്റ്സ് വിച്ച് ക്യാൻ ബി സീൻ, വിച്ച് ക്യാൻ ബി ടച്ച് ഓർ വിച്ച് ക്യാൻ ബി ഫെൽറ്റ് വിത്ത്. നമുക്ക് കാണാനും തൊടാനും ഒക്കെ കഴിയുന്ന അസറ്റുകളെ ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉള്ള, ഭൗതിക നിലനിൽപ്പുള്ള, അല്ലെങ്കിൽ സാധാരണ പറയാറുള്ളത് പോലെ സ്ഥിതി ചെയ്യാൻ ഇടം ആവശ്യമുള്ള അസറ്റുകളാണവ. ടാഞ്ചിബിൾ അസറ്റ്സ് ഉദാഹരണം നമുക്കറിയാം. ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണിച്ചർ, മോട്ടോർ വെഹിക്കിൾ എക്സെട്ര. These all are examples of fixed assets and also tangible assets. ടാഞ്ചിബിൾ ആയിട്ടുള്ള ഫിക്സഡ് അസറ്റ്സ് ആണവ. ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, സ്ഥലവും കെട്ടിടവും. പ്ലാന്റ് ആൻഡ് മെഷീനറി, യന്ത്രസാമഗ്രികൾ. ഫർണിച്ചർ ആൻഡ് ഓൾസോ മോട്ടോർ വെഹിക്കിൾ, അനവധിയായിട്ടുള്ള വാഹനങ്ങൾ ബിസിനസ്സിലുണ്ടാവാം. ബിസിനസ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, ട്രക്കുകൾ, ലോറികളായിട്ടോ അല്ലെങ്കിൽ കാറുകളായിട്ടോ ജീപ്പായിട്ടോ അത്തരം വാഹനങ്ങൾ ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് ഉപയോഗിക്കുന്നുണ്ടാവാം. അവയാണ് മോട്ടോർ വെഹിക്കിൾസ് എന്ന് പറയുക. അപ്പോൾ ഇതൊക്കെ ടാഞ്ചിബിളാണ്, നമുക്ക് കാണാൻ പറ്റുന്ന ദൃശ്യമായിട്ടുള്ള ആസ്തികളാണ്, ദൃശ്യ ആസ്തികളാണ്. അപ്പോൾ ഫിക്സഡ് അസറ്റിൽ ഒന്നാമത്തെ കാറ്റഗറിയാണ് ടാഞ്ചിബിൾ അസറ്റ്സ്, വിച്ച് ക്യാൻ ബി സീൻ ഓർ വിച്ച് ഹാവ് ഫിസിക്കൽ എക്സിസ്റ്റൻസ്. ഭൗതിക നിലനിൽപ്പുള്ള, നമുക്ക് കാണാനും തൊടാനുമൊക്കെ കഴിയുന്ന അസറ്റുകളെയാണെന്ന് പറയുക ടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് പറയുക. എക്സാമ്പിൾസ് ആർ ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണിച്ചർ, മോട്ടോർ വെഹിക്കിൾ എക്സെട്ര. അപ്പോൾ എന്താണ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ്? അദൃശ്യ ആസ്തികൾ. സോ ദ സെക്കൻഡ് കാറ്റഗറി ഓഫ് ഫിക്സഡ് അസറ്റ്സ് ആർ ഇൻടാഞ്ചിബിൾ അസറ്റ്സ്, അദൃശ്യ ആസ്തികൾ എന്ന് പറയാം. വിച്ച് കനോട്ട് ബി സീൻ. അസറ്റാണെങ്കിലും അവ കാണാൻ നമുക്ക് കഴിയില്ല. കാണാൻ കഴിയാത്ത പല അസറ്റുകളും ബിസിനസ്സിനുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ സൽപ്പേര്. നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമല്ല ബിസിനസ്സിൻ്റെ സൽപ്പേര് എന്ന് പറയുന്നത്. ഗുഡ്വിൽ. ആ ബിസിനസ്സിൻ്റെ ഗുഡ്വിൽ നമുക്കെന്താണ്? വിൽക്കാൻ കഴിയുന്നൊരു അസറ്റാണ്. എന്നാൽ അത് കാണാൻ സാധിക്കുന്ന ഒന്നല്ല. ഒരു ബിസിനസ്സിൻ്റെ സൽപ്പേര്, ഗുഡ്വിൽ എന്ന് പറയുന്നത് കാണാൻ പറ്റുന്ന ഒരു അസറ്റല്ല. എന്നാൽ അതൊരു അസറ്റായിട്ട് നമുക്ക് വിൽക്കാൻ സാധിക്കും. ഗുഡ്വിൽ വാങ്ങാനും വിൽക്കാനും സാധിക്കും ഒരു ബിസിനസ്സിൻ്റെ. സോ ഗുഡ്വിൽ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഇൻടാഞ്ചിബിൾ അസറ്റ്. സിമിലർലി പേറ്റൻസ്, നിർമ്മാണ അവകാശം. ഒരു ഉൽപ്പന്നം നിർമ്മിക്കാനുള്ള അവകാശം നമുക്കുണ്ടെങ്കിൽ അത് പേറ്റൻറ്റ് റൈറ്റ് എന്ന് പറയുന്ന പേറ്റൻസ് ആണവ. ദെൻ കോപ്പി റൈറ്റ്, പകർപ്പ് അവകാശം. ബുക്സിൻ്റെ ജേണൽസിൻ്റെ ഒക്കെയാണ് പകർപ്പ് അവകാശമാണ്, കോപ്പി റൈറ്റാണ്. ദെൻ ട്രേഡ് മാർക്സ്, ബിസിനസ്സിൻ്റെ ട്രേഡ് മാർക്കുകൾ. ആ ട്രേഡ് മാർക്ക് നമുക്ക് വിൽക്കാൻ വേണമെങ്കിൽ, നമ്മുടെ ട്രേഡ് മാർക്ക് നമുക്ക് വേണമെങ്കിൽ മറ്റൊരു കമ്പനിക്ക് വിൽക്കാം. അപ്പോൾ ട്രേഡ് മാർക്കും ഒരു അസറ്റാണ്. ഇതൊക്കെ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ആണ്, ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഇല്ലാത്ത അസറ്റുകളാണ്. അപ്പോൾ അദൃശ്യമായിട്ടുള്ള ആസ്തികളാണ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ്, അദൃശ്യ ആസ്തികൾ. എക്സാമ്പിൾസ് ഓഫ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ആർ ഗുഡ്വിൽ, പേറ്റൻസ്, കോപ്പിറൈറ്റ്, ട്രേഡ് മാർക്ക് എക്സെട്ര. അപ്പോൾ നമ്മൾ അസറ്റുകളെ പ്രധാനമായിട്ടും കറണ്ട് അസറ്റ്സ് എന്നും നോൺ കറണ്ട് അസറ്റ്സ് എന്നും തരംതിരിച്ചു. ആ നോൺ കറണ്ട് അസറ്റ്സ് ആണ് ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത്.
അവയെ വീണ്ടും നമ്മൾ രണ്ടായിട്ട് തരംതിരിച്ചു, ടാഞ്ചിബിൾ അസറ്റ്സ് ആൻഡ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. ഇവയ്ക്ക് പുറമെ മറ്റു പല കാറ്റഗറിയും നമ്മൾ പിന്നീട് ചർച്ച ചെയ്യുന്നുണ്ട്. ഉദാഹരണമായിട്ട് വേസ്റ്റിംഗ് അസറ്റ്സ്, നാച്ചുറൽ റിസോഴ്സസ് ആയിട്ടുള്ള നമ്മൾ ഹനനം ചെയ്യും തോറും തീർന്നു പോയിക്കൊണ്ടിരിക്കുന്ന അസറ്റുകളാണ്. കോറീസ്, കരിങ്കൽ അല്ലെങ്കിൽ ചെങ്കൽ പണകൾ, ആ അത്തരം കോറികൾ, ദെൻ മൈനുകൾ, ഹനികൾ, പല ധാതുപദാർത്ഥങ്ങൾ ഹനനം ചെയ്തെടുക്കാറുണ്ട്. സ്വർണ്ണഹനികൾ അല്ലെങ്കിൽ എണ്ണപ്പാടം, ഓയിൽ വെല്ലുകൾ, ഓയിൽ ഫീൽഡുകൾ, ഇവയൊക്കെ എന്താണ്? നാച്ചുറൽ റിസോഴ്സസ് ആണ്, പ്രകൃതിയിൽ നമ്മൾ ഹനനം ചെയ്തെടുക്കുന്നവയാണ്. അത്തരം അസറ്റുകളെയാണ് വേസ്റ്റിംഗ് അസറ്റ്സ് എന്ന് പറയുന്നത്. കാരണം ദേ ആർ എക്സോസ്റ്റഡ് ബൈ എക്സ്ട്രാക്ഷൻ, ഹനനം ചെയ്യും തോറും കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന അസറ്റുകളാണ്. അവയാണ് വേസ്റ്റിംഗ് അസറ്റ്സ് എന്ന് പറയുക. ഡിപ്രീസിയേഷൻ എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ വിശദമായിട്ട് അവയെക്കുറിച്ച് കാണും. അതുപോലെ ഫിക്റ്റീഷ്യസ് അസറ്റ് എന്ന് പറയുന്ന കാറ്റഗറി പിന്നീട് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അസറ്റ് അല്ലാതിരിക്കെ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ കാണിക്കുന്നവയാണ് ഫിക്റ്റീഷ്യസ് അസറ്റ് എന്ന് പറയുക. അവ യഥാർത്ഥത്തിൽ അസറ്റ് അല്ല, സാങ്കല്പിക ആസ്തികളാണ്. ഫിക്റ്റീഷ്യസ് അസറ്റ് എന്ന് പറയും. അവയെക്കുറിച്ചൊക്കെ വിശദമായിട്ട് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. ഇപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും അസറ്റുകളെ രണ്ട് കാറ്റഗറി ആയിട്ട് തരംതിരിക്കുകയുണ്ടായി, കറണ്ട് അസറ്റ്സ് ആൻഡ് നോൺ കറണ്ട് അസറ്റ്സ്. ഹ്രസ്വകാലത്തേക്ക് ബിസിനസ്സിൽ നിലനിൽക്കുന്ന അസറ്റുകളെയാണ് കറണ്ട് അസറ്റുകൾ എന്ന് പറയുക. എന്നാൽ ദീർഘകാലം ബിസിനസ്സിൽ ഉപയോഗിക്കുന്ന അസറ്റുകളെയാണ് അവിടെ നോൺ കറണ്ട് അസറ്റ്സ് അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റ്സ് എന്ന് പറയുക, സ്ഥിര ആസ്തികൾ. ഈ സ്ഥിര ആസ്തികളെ നമ്മൾ വീണ്ടും രണ്ടായിട്ട് തിരിച്ചു, ദൃശ്യ ആസ്തികളെന്നും അദൃശ്യ ആസ്തികളെന്നും, ടാഞ്ചിബിൾ ആൻഡ് ഇൻടാഞ്ചിബിൾ. ഇവയ്ക്കെല്ലാം ഉദാഹരണങ്ങൾ പഠിച്ചു വെക്കേണ്ടത് അനിവാര്യമാണ്. നമ്മൾ തുടർന്ന് ചർച്ച ചെയ്യുന്നത് ലയബിലിറ്റീസിനെ കുറിച്ചാണ്, ബാധ്യതകൾ. ഒരു ബിസിനസ്സിൻ്റെ ബാധ്യതകൾ, ലയബിലിറ്റീസ്, ദ എമൗണ്ട് പേയബിൾ ബൈ ദ ബിസിനസ് ഇൻ ഫ്യൂച്ചർ. ഒരു ബിസിനസ്സിൻ്റെ കടബാധ്യതകളെയാണ് ലയബിലിറ്റീസ് എന്ന് പറയുക. ദീസ് ആർ ദ ഡെബ്റ്റ്സ് ഓർ ഓബ്ലിഗേഷൻസ് ഓവ്ഡ് ബൈ ദ ബിസിനസ് ടു ഔട്ട്സൈഡേഴ്സ്. അപ്പോൾ പുറമേ ഉള്ളവർക്ക് ബിസിനസ് പണം നൽകാനുണ്ടെങ്കിൽ, എന്തെങ്കിലും തുക നൽകാനുണ്ടെങ്കിൽ, ആ ഡെബ്റ്റ് അല്ലെങ്കിൽ കടത്തിനാണ്, അല്ലെങ്കിൽ ആ ഓബ്ലിഗേഷൻസ്, ആ ബാധ്യതകൾക്കാണ് ലയബിലിറ്റീസ് എന്ന് പറയുക. സോ ലയബിലിറ്റീസ് ആർ ദ ഓബ്ലിഗേഷൻസ് ഓർ ഡെബ്റ്റ്സ് ഓവ്ഡ് ബൈ ദ ബിസിനസ്. വി നോ അസറ്റ്സ് ആർ ഓൺഡ്, ലയബിലിറ്റീസ് ആർ ഓവ്ഡ്, കടപ്പെട്ടിരിക്കുക. അവിടെ കടപ്പെട്ടിരിക്കുന്നു ബിസിനസ്. ഡെപ്റ്റുകൾ അല്ലെ ഇവിടെ ഓബ്ലിഗേഷൻസ് കടപ്പെട്ടിരിക്കുന്നതാണെങ്കിൽ അല്ലെങ്കിൽ നൽകാനുള്ളതാണെങ്കിൽ അവയാണ് ലയബിലിറ്റീസ് എന്ന് പറയുക. ലയബിലിറ്റികളെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാൻ സാധിക്കും, ഷോർട്ട് ടേം ലയബിലിറ്റി ആൻഡ് ഓൾസോ ലോങ് ടേം ലയബിലിറ്റി. ഹ്രസ്വകാല ബാധ്യതകളുണ്ട്, ദീർഘകാല ബാധ്യതകളുണ്ട്. ഷോർട്ട് ടേം ലയബിലിറ്റീസ് ആർ ഓൾസോ കോൾഡ് കറണ്ട് ലയബിലിറ്റീസ്. ഷോർട്ട് ടേം ലയബിലിറ്റികളെ കറണ്ട് ലയബിലിറ്റി എന്ന് പറയും. ഉദാഹരണം ക്രെഡിറ്റേഴ്സ്. നമ്മൾ ആർക്കെങ്കിലും സാധനങ്ങൾ കടത്തിൽ വാങ്ങിയ വകയിൽ പണം കൊടുക്കാനുണ്ടെങ്കിൽ അത് ക്രെഡിറ്റേഴ്സാണ്. നമ്മൾ പണം കൊടുക്കാനുള്ളവരെയാണെന്ന് പറയുക, ക്രെഡിറ്റേഴ്സ് എന്ന് പറയുക. അപ്പോൾ നമുക്ക് ബാധ്യതയാണ് ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. അല്ലെ ബാങ്കിൽ നിന്നും ഓവർ ഡ്രാഫ്റ്റ് എടുത്തിരിക്കുന്നു, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. ബിസിനസ്സുകാർക്ക് തങ്ങളുടെ അക്കൗണ്ടിലുള്ളതിനേക്കാളിലും കൂടുതൽ തുക പിൻവലിക്കാനുള്ള സൗകര്യങ്ങൾ ബാങ്കുകൾ നൽകാറുണ്ട്. അവയ്ക്കാണെന്ന് പറയുക ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി എന്ന് പറയുക. ഇത്തരം ഓവർ ഡ്രാഫ്റ്റ് സൗകര്യം ബിസിനസ്സുകാർക്ക് ബാങ്കിൽ നിന്ന് ലഭിക്കാറുണ്ട്. അവർക്ക് അക്കൗണ്ടിലുള്ളതിനേക്കാളും കൂടുതൽ തുക പിൻവലിച്ച് ചെക്കുകൾ പണം കൊടുക്കാനുള്ളവർക്ക് കൊടുക്കാം. ബാങ്കുമായിട്ടുള്ള ഒരു അറേഞ്ച്മെൻറ്റിൽ, ബാങ്കുമായിട്ടുള്ളൊരു എഗ്രിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ഓവർ ഡ്രാഫ്റ്റ് സൗകര്യങ്ങൾ ബാങ്ക് നൽകാറുണ്ട് ബിസിനസ്സുകാർക്ക്. അത്തരം ഓവർ ഡ്രാഫ്റ്റുകൾ, ദെൻ ക്രെഡിറ്റേഴ്സ്, അതുപോലെ ബിൽസ് പേയബിൾ. നമ്മൾ ക്രെഡിറ്റേഴ്സിന് പണം കൊടുക്കാനുള്ളവർക്ക് ഏതെങ്കിലും രേഖ ഒപ്പിട്ട് നൽകിയിട്ടുണ്ടെങ്കിൽ അത് ബിൽസ് പേയബിൾ ആണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ചെലവിനങ്ങൾ നമ്മൾ നൽകാനുണ്ടെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്.
These all are examples of current liabilities. Current liabilities are those liabilities which are repayable within a short period, normally 1 year. ഒരു വർഷത്തിനുള്ളിൽ തന്നെ, ഒരു ഹ്രസ്വകാലത്തിനുള്ളിൽ തന്നെ തിരിച്ചു കൊടുക്കേണ്ടതായിട്ടുള്ള തുകയാണെന്ത്? ബാധ്യതകളാണ് കറണ്ട് ലയബിലിറ്റീസ് അല്ലെങ്കിൽ ഷോർട്ട് ടൈം ലയബിലിറ്റീസ് എന്ന് പറയുക. ഹ്രസ്വകാല ബാധ്യതകളാണ്. അവ ഒരു വർഷത്തിനുള്ളിൽ തന്നെ തിരിച്ച് കൊടുക്കേണ്ടവയാണ്. ഉദാഹരണമായിട്ട് നമ്മൾ കണ്ടു ബാങ്ക് ഓവർഡ്രാഫ്റ്റ്, ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്. These all are examples of current liabilities or short term liabilities. എന്നാൽ ഒരു വർഷത്തിൽ കൂടുതൽ കാലാവധി ഉള്ള ബാധ്യതകളെയാണ് ലോങ് ടേം ലയബിലിറ്റീസ് എന്ന് പറയുക, ദീർഘകാല ബാധ്യതകൾ. മോർഗേജ് ലോണുകൾ, ഈട് വെച്ചുകൊണ്ട് എടുക്കുന്ന ദീർഘകാല വായ്പകളുണ്ട് ബിസിനസ്സിൽ നിന്നും. അല്ലെങ്കിൽ കടപ്പത്രങ്ങൾ, ഡിബഞ്ചേഴ്സ്, കമ്പനികളൊക്കെ ഡിബഞ്ചറുകളിലൂടെ പണം സമാഹരിക്കാറുണ്ട്. കടപ്പത്രങ്ങൾ, ഓഹരികൾ ഇറക്കുന്നത് പോലെ, ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്നത് പോലെ കടപ്പത്രങ്ങളിലൂടെ, ഡിബഞ്ചറുകളിലൂടെ പണം സമാഹരിക്കാറുണ്ട്. അത്തരം ഡിബഞ്ചറുകളിലൂടെ പണം സമാഹരിച്ചാലും എന്താണ്? അത് ലോങ് ടൈം ലയബിലിറ്റിയാണ്. അല്ലെ, ലോങ് ടൈമിലേക്കുള്ള ബോറോവിങ്സ്, ലോണുകൾ എടുക്കാറുണ്ട്. അപ്പോൾ ഒരു വർഷത്തിന് ശേഷം മാത്രം കൊടുക്കേണ്ടതായിട്ടുള്ള തുകയാണെന്ത്? ലോങ് ടൈം ലയബിലിറ്റിയിലുള്ളത്. സോ ലയബിലിറ്റീസ് ആർ ദ obligations or debts owed by the business. They are the amounts payable by the business in future to outsiders. പുറമേയുള്ളവർക്ക് ഭാവിയിൽ ബിസിനസ്സിൽ നിന്നും കൊടുക്കാനുള്ള തുകയാണ് അപ്പോൾ ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. Then next we shall discuss about capital. We all know about capital. കാരണം ഒരു ബിസിനസ് ആരംഭിക്കുന്നത് ഉടമസ്ഥൻ്റെ മൂലധന മുടക്കോട് കൂടിയിട്ടാണ്. അപ്പോൾ ഉടമസ്ഥൻ ബിസിനസ്സിൽ മുടക്കുന്ന തുകയ്ക്കാണെന്ന് പറയുക മൂലധനം അല്ലെങ്കിൽ ക്യാപിറ്റൽ എന്ന് പറയുക. ഇൻവെസ്റ്റ്മെൻറ്റ് മെയ്ഡ് ബൈ ഓണർ ഇൻ ദ ബിസിനസ്. ഒരു ഉടമസ്ഥൻ ബിസിനസ്സിൽ മുടക്കുന്ന പണമാണ് അല്ലെങ്കിൽ ബിസിനസ്സിൽ മുതൽ മുടക്കുന്ന തുകയാണ് ക്യാപിറ്റൽ എന്ന് വിശേഷിപ്പിക്കുന്നത്. അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഉടമസ്ഥന് ബിസിനസ് ആസ്തികളിലുള്ള അവകാശമാണ്. It is the right interest of owners in the assets of the business. ബിസിനസ് അസറ്റ്സിൽ ഉടമസ്ഥനുള്ള പങ്കാണ് അല്ലെങ്കിൽ ഉടമസ്ഥനുള്ള താല്പര്യമാണ്, ഉടമസ്ഥനുള്ള അവകാശമാണെന്നത് ക്യാപിറ്റൽ. അതുകൊണ്ട് ക്യാപിറ്റലിനെ ഓണേഴ്സ് ഇക്വിറ്റി എന്ന് വിശേഷിപ്പിക്കുന്നു. ക്യാപിറ്റലിനെ ഓണേഴ്സ് ഇക്വിറ്റി, ഉടമസ്ഥൻ്റെ അവകാശമാണ്. ബിസിനസ് ആസ്തികളിൽ, ബിസിനസ് അസറ്റിൽ ഉടമസ്ഥനുള്ള അവകാശമാണ് ക്യാപിറ്റൽ. കാരണം അത്രയും തുക ഉടമസ്ഥൻ ബിസിനസ്സിൽ മുടക്കിയിട്ടുണ്ട്. ആ ആസ്തികളിൽ ഉടമസ്ഥനുള്ള അവകാശമാണ് അപ്പോൾ എന്താണ്? അയാളുടെ മുതൽ മുടക്കായിട്ടുള്ള ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ക്യാപിറ്റലിനെ ഓണേഴ്സ് ഇക്വിറ്റി എന്ന് പറയുന്നത്. എന്നാൽ ലയബിലിറ്റീസിനെ നമ്മൾ വിശേഷിപ്പിക്കുക ക്രെഡിറ്റേഴ്സ് ഇക്വിറ്റി അല്ലെങ്കിൽ ഔട്ട്സൈഡേഴ്സ് ഇക്വിറ്റി എന്നാണ്. പുറമേ ഉള്ളവർക്ക് ബിസിനസ് ആസ്തികളിലുള്ള അവകാശം. കാരണം നമ്മൾ ബിസിനസ്സിൻ്റെ ആസ്തികൾ വാങ്ങുന്നത് ഉടമസ്ഥൻ്റെ മുതൽ മുടക്ക് അല്ലെങ്കിൽ ക്യാപിറ്റൽ ഉപയോഗിച്ചോ തികയുന്നില്ലെങ്കിൽ പുറമേയുള്ള ബാധ്യതകളിലൂടെയോ ആയിരിക്കും. അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ പറയുന്നത് ബേസിക് അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറയുന്നത് അസറ്റ്സ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ ആണ്. കാരണം ബിസിനസ് ആസ്തികൾ എന്ന് പറയുന്നത് ഒന്നുകിൽ ഉടമസ്ഥൻ്റെ മുതൽ മുടക്ക് കൊണ്ട് വാങ്ങിയതായിരിക്കാം, അത് തികയുന്നില്ലെങ്കിൽ എന്താണ്? പുറമേ നിന്ന് ബാധ്യതകൾ സ്വീകരിച്ചുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ പണം വായ്പ എടുത്തുകൊണ്ടായിരിക്കാം അവിടെ ആസ്തികൾ വാങ്ങുന്നത്. അതുകൊണ്ടാണ് ബേസിക് അക്കൗണ്ടിങ് ഇക്വേഷൻ അസറ്റ്സ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ഉടമസ്ഥൻ ബിസിനസ്സിൽ മുടക്കുന്ന തുകയാണ് അല്ലെങ്കിൽ ഓണേഴ്സ് ഇക്വിറ്റിയാണ് ക്യാപിറ്റൽ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇറ്റ് ഈസ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് മെയ്ഡ് ബൈ ദ ഓണർ ഇൻ ദ ബിസിനസ്. ഉടമസ്ഥൻ്റെ മുടക്കുമുതലാണ്, ആ ഉടമസ്ഥൻ ബിസിനസ്സിൽ മുടക്കിയിരിക്കുന്ന തുകയാണ് ക്യാപിറ്റൽ എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനപ്പെട്ട 5 അക്കൗണ്ടിംഗ് പദങ്ങളാണ് ചർച്ച ചെയ്തത്. എൻറ്റിറ്റി എന്താണ്, ട്രാൻസാക്ഷൻ എന്താണ്,
അസറ്റ്സ് എന്താണെന്ന് കണ്ടു, വിവിധതരം അസറ്റുകളെക്കുറിച്ച് കണ്ടു, ലയബിലിറ്റീസിനെ കുറിച്ച് കണ്ടു, അതോടൊപ്പം തന്നെ ക്യാപിറ്റൽ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഏതാനും പദങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. അടുത്തൊരു ക്ലാസ്സിൽ കാണുന്നത് വരെ എല്ലാവർക്കും വിട. താങ്ക് യു ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.